നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പല രാജ്യങ്ങളിലും അവിടുത്തെ പ്രദേശങ്ങളിൽ യുദ്ധവും ആഭ്യന്തര കലാപവും പൊട്ടിപ്പുറപ്പെട്ട സ്ഥിതിക്ക് എല്ലാ രാജ്യങ്ങളിലും തങ്ങളുടെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. മിക്ക രാജ്യങ്ങൾക്ക് മേൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ന്യൂജേഴ്സി, ന്യൂയോർക്ക്, മേരിലാൻഡ്, വിർജീനിയ, കാലിഫോർണിയ എന്നിവിടങ്ങളിലെ നഗരങ്ങളിലും സൈനിക താവളങ്ങളിലും നിരവധി നിഗൂഢ ഡ്രോണുകൾ ചുറ്റിക്കറങ്ങുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 50 ഡ്രോണുകളുടെ കൂട്ടങ്ങൾ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്നതായി ആശങ്കാകുലരായ നിവാസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഡ്രോണുകൾ ശത്രുതയുള്ള ഒരു വിദേശ ശക്തിയുടെ, ഒരുപക്ഷെ ചൈന, റഷ്യ അല്ലെങ്കിൽ ഇറാൻ എന്നിവയുടെ നിയന്ത്രണത്തിലാകുമെന്ന ഭയത്തിനിടയിൽ 48 മണിക്കൂറിനുള്ളിൽ 3000-ലധികം നിവാസികൾ എമർജൻസി ഹോട്ട്ലൈനിലേക്ക് ഇടിച്ചു കയറിയതായും ന്യൂജേഴ്സി അധികൃതർ പറഞ്ഞു. അമേരിക്ക ഡ്രോൺ ഹിസ്റ്റീരിയയുടെ പിടിയിലായതിന് പിന്നാലെ ഈ കാണുന്ന ഡ്രോണുകളെ വെടിവെച്ച് വീഴ്ത്താനാണ് പ്രസിഡന്റ് ബൈഡനോട് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ രാത്രി തന്നെ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ രാത്രി US പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മിസ്റ്റർ ട്രംപ് അടിയന്തര നടപടിക്ക് ആഹ്വാനം ചെയ്തിരുന്നു. ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞത്, രാജ്യത്തുടനീളം ദുരൂഹമായ ഡ്രോൺ ദൃശ്യങ്ങൾ, നമ്മുടെ സർക്കാരിന്റെ അറിവില്ലാതെ ഇത് ശരിക്കും സംഭവിക്കുമോ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. പൊതുജനങ്ങളെ അറിയിക്കുക, ഇപ്പോൾ അല്ലെങ്കിൽ അവരെ വെടിവെച്ച് വീഴ്ത്തുക എന്നാണ് ട്രംപ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ വിർജീനിയയിലെയും പെൻസിൽവാനിയയിലെയും സൈനിക താവളങ്ങളിലും ന്യൂജേഴ്സിയിലെ ബെഡ്മിന്റൺസ്റ്റണിലുള്ള ട്രംപിന്റെ ഗോൾഫ് കോഴ്സിന് സമീപവും താൽക്കാലിക വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചില വസ്തുക്കൾ കാറോളം വലുതാണെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ഡ്രോണുകൾ നമ്മൾ മുൻപ് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമാണ്. ചൂടോ ശബ്ദമോ പുറപ്പെടുവിക്കുന്നതിൽ പരാജയപ്പെടുകയോ റഡാറിൽ അവയെ കണ്ടെത്താനാകാതെ വരികയും ചെയ്തുവെന്ന് ന്യൂജേഴ്സി പോലീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നവംബർ 18-ന് രാജ്യത്തെ ഡ്രോൺ ദൃശ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ന്യൂജേഴ്സി തീരത്ത് ഒരു ഇറാനിയൻ കപ്പൽ കണ്ടെത്തിയതായും പറയപ്പെടുന്നുണ്ട്. ഡ്രോണുകൾ കടൽ തീരത്തുള്ള ഒരു ശത്രുഹമായ മദർഷിപ്പിൽ നിന്നാണ് വരുന്നതെന്നും കോൺഗ്രസുകാരനായ ജെഫ് വാൻഡ്രൂ പറഞ്ഞു. ഇത് കടലിൽ നൂറുകണക്കിന് മൈലുകൾ അകലെയായിരിക്കാം. ഇത്തരത്തിലുള്ള ഡ്രോണുകൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നു. സംഘടിതമായ ഒരു പ്രവർത്തനമാണ് ഇതിന് പുറകിലെന്നാണ് വായുസേന പറയുന്നത്. സമാനമായ രീതിയിൽ ഡ്രോൺ അധിനിവേശം അമേരിക്കയിലെ ന്യൂജേഴ്സിക്ക് മുകളിലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ പിക്കാറ്റിനി ആർസെനലിന് ചുറ്റുമായിരുന്നു അജ്ഞാത പറക്കും വാഹനങ്ങൾ വട്ടമിട്ട് പറന്നത്. അമേരിക്കയുടെ CCDC ആമൻമെന്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. യുക്രൈന് നൽകുന്ന ആയുധങ്ങളുടെ നിർമ്മാണ വിതരണ ശൃംഖല പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. ചിലപ്പോൾ കൂട്ടമായും ചിലപ്പോൾ ഒറ്റയ്ക്കും എത്തുന്ന ഇവ ചില സന്ദർഭങ്ങളിൽ ഒരേ സ്ഥലത്ത് തന്നെ മണിക്കൂറുകളോളം നിശ്ചലമായി നിന്നിട്ടുമുണ്ട്. പിന്നീട് ഇവ ന്യൂയോർക്ക്, ടെക്സാസ്, ഒക്ലഹോമ എന്നിവിടങ്ങളിലും എത്തിച്ചേർന്നു. ഈ ഡ്രോണുകളെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ലെങ്കിലും അമേരിക്കയും ബ്രിട്ടനും വിരൽ ചൂണ്ടുന്നത് റഷ്യയ്ക്കും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നേരെയാണ്. അതിനിടയിലാണ് റഷ്യൻ രഹസ്യാന്വേഷണ സംഘങ്ങൾ ബ്രിട്ടന്റെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് പുതിയ ഒരു നിര അധിനിവേശങ്ങൾക്ക് ശ്രമിക്കുന്നു എന്ന് ഒരു മുൻ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത്. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്നും ആ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. വരുന്ന മാസങ്ങളിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണാമെന്നാണ് ആ ഉദ്യോഗസ്ഥൻ പറയുന്നത്.